ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സൗദി കബ്സയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയി തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു 2 സവാള, ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആക്കിയതാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ഏകദേശം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോൾ തക്കാളി പേസ്റ്റ് ആക്കിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി പേസ്റ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഒരു കളറൊക്കെ മാറിയതായി ഒരു വെള്ള നിറത്തിലേക്കാകണം. ഈ ഒരു വെള്ള നിറത്തിലേക്കാകുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒരു 1/2 കുക്കായിട്ട് വരണം. അപ്പോൾ അതാ ചിക്കൻ നന്നായിട്ട് തിളച്ചൊന്ന് പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് ചിക്കൻ നമുക്ക് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളവും നമ്മളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അളന്ന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അളന്നെടുത്ത വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര്, ഒരു ഉണങ്ങിയ നാരങ്ങ. ഇനി നമുക്ക് കപ്സയ്ക്ക് വേണ്ടിയുള്ള അരി കഴുകിയെടുക്കാം. അപ്പോൾ ഇത് അരി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി. അപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ ചിക്കൻ്റെ 2 സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചോറും ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടിയൊക്കെ വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ അതാ ഈ കൊഴുകൊഴുപ്പൊക്കെ ഒന്ന് മാറുന്നതാണ്. കുറച്ചുകൂടി ഒന്ന് വെന്ത് വരണം, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതാ ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൗദി കബ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ.